ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ FIUGP ഹിന്ദി AECയിലെ ഒരു ചാപ്റ്ററാണ് ഉസ്കി गिरफ्तारी से पूर्व। यह कहानी एक गरीब मध्यवर्गीय आदमी की गिरफ्तारी से पहले के कुछ दिनों की मानसिक स्थिति और उसके पतन की कहानी है। ഇത് ഒരു ദരിദ്രനായ മധ്യവർഗക്കാരൻ്റെ അറസ്റ്റിന് മുമ്പുള്ള ദിവസങ്ങളിലെ മാനസികാവസ്ഥയും അവൻ എങ്ങനെ ജീവിതത്തിൽ തകർച്ചയിലേക്ക് വീണു എന്നതും പറയുന്ന കഥയാണ്. കഹാനി കി ശുരുവാത്ത് ഉമ്മീദ് കി കിരൺ. നായിക പ്രകാശ് സെ മിൽക്കർ ലൗട്ടെ ഹെ. കഥാനായകൻ പ്രകാശിനെ കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നു. പഹലി ബാർ ഉസേ സച്ചി ഖുഷി മിൽത്തി ഹെ. ഒരുപാട് നാളുകൾക്ക് ശേഷം അവന് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നു. ഉസ്കാ ഉദാസ് ചെഹര നഹായി ഹുയി ഗുലാബ് സാ ഗിൽ ഉഡ്താ ഹെ. അവൻ്റെ ദുഃഖഭരിതമായ മുഖം കുളിച്ച് പുതുമയുള്ള റോസാപ്പൂ പോലെ തെളിഞ്ഞു. വഹ് ഇസ് ഖുഷി കോ ബാട്ട്നാ ചാഹ്താ ഹെ പർ 10 to 10 के तांग कमरे में പത്നി ബച്ചോം കെ അലവ് കോയ് നഹീം. ഈ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ അവൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ചെറിയ മുറിയിൽ ഭാര്യയും മക്കളുമല്ലാതെ ആരുമില്ല. പത്നി കി ഗംഭീർ ബാത്തോം കെ ലായക് നാ സമജ്കർ വഹ് ചുപ് രഹ് ജാതാ ഹെ. ഭാര്യയ്ക്ക് ഇത്തരം ഗൗരവമായ കാര്യങ്ങൾ മനസ്സിലാകില്ലെന്ന് കരുതി അവൻ മിണ്ടാതിരുന്നു. ഉസേ ലഗ്താ ഹെ കി ഹാലത് നെ ഉസേ ചിഡ്ചിഡാ ബനാ ദിയാ ഹെ. ജീവിത സാഹചര്യങ്ങളാണ് തന്നെ ദേഷ്യക്കാരനാക്കി മാറ്റിയതെന്ന് അവന് തോന്നുന്നു. പർ ആപ് വഹ് ഫിർ സെ ഗുലാബ് ജൈസാ നരം ബന്നാ ചാഹ്തേ ഹെ. എന്നാൽ ഇനി വീണ്ടും റോസാപ്പൂവിനെ പോലെ സ്നിഗ്ധനും നല്ലവനുമായി മാറാൻ അവൻ ആഗ്രഹിക്കുന്നു. गरीब और परिवार का बोझ का सच. बेटे के चाव में उसके माँ बाप ने 6 बेटियां पैदा की. ഒരു മകൻ വേണമെന്ന ആഗ്രഹത്തിൽ അവൻ്റെ മാതാപിതാക്കൾക്ക് 6 പെൺമക്കൾ ജനിച്ചു. ബഹനോം की शादी का बोझ उड़ाते उड़ाते वह 36 साल में 66 साल लगना लगा. 4 സഹോദരിമാരുടെ വിവാഹ ചെലവഴിച്ച് അവൻ 36-ാം വയസ്സിൽ തന്നെ 66 വയസ്സുകാരനെ പോലെ തോന്നി തുടങ്ങി. मुंबई में किराए के मकान में परिवार चलाना बेहद मुश्किल है. മുംബൈയിൽ വാടക വീട്ടിൽ കുടുംബം നോക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. യഹാം കിരായാദാർ കെ ഉമ്ര 11 മഹീനെ ഹോത്തി ഹെ. അവിടെ വാടകക്കാരൻ്റെ താമസ കാലാവധി സാധാരണയായി 11 മാസം മാത്രമാണ്. ഘർ കബി അപ്പനാ നഹീം ബൻത. വീട് ഒരിക്കലും സ്വന്തമാകുന്നില്ല. ഫോൾഡിംഗ് സമാൻ കെ സാത്ത് ഫോൾഡിംഗ് ജീവൻ ജീനെ പടാത്ത ഹെ. മടക്കി വെക്കാവുന്ന സാധനങ്ങളോടൊപ്പം മടക്കി വെക്കപ്പെടുന്ന ഒരു ജീവിതമാണ് അവൻ നയിക്കുന്നത്. ഡെപ്പോസിറ്റ് കാ ബൂത്ത് ബ്രേക്കറേജ് കെ പ്രീത് और हर बार 10 to 20% കിരായ ബഡോതരി ഉസേ തീ ദേത്തി ഹെ. ഡെപ്പോസിറ്റ്, ബ്രോക്കറേജ് കൂടാതെ ഓരോ തവണയും ഉയരുന്ന വാടക എന്നിവ അവനെ മാനസികമായി വളരെയധികം തകർക്കുന്നുണ്ടായിരുന്നു. प्रकाश का चल और शोयर बाजार का जाल. പ്രകാശ് ദിക്കാവേ കി സിന്ദഗി ജിതാ ഹെ. പ്രകാശ് ആഡംബരവും പ്രകടനപരവുമായ ജീവിതമാണ് നയിക്കുന്നത്. മഹാംഗി ഗാഡി, അച്ഛേ കപ്പടയും, റോസ് കോൾഡ് ഡ്രിങ്ക്. വില കൂടിയ കാറ്, നല്ല വസ്ത്രങ്ങൾ, ദിവസവും കോൾഡ് ഡ്രിങ്ക് എന്നിവയാണ് അവൻ്റെ ജീവിതശൈലി. നായക് കോ ലഗ്താ ഹെ കി പ്രകാശ് കാ പൈസ ഇമ്രാൻദാരി കാ നഹീം ഹെ. പ്രകാശിൻ്റെ പണം സത്യമായ വഴിയിൽ നിന്നുള്ളതല്ലെന്ന് നായകൻ കരുതുന്നു. പ്രകാശ് ഉസേ ഷെയർ ബജാർ മേ ഫാസ്താ ഹെ. പ്രകാശ് അവനെ ഷെയർ മാർക്കറ്റിൻ്റെ വലയിലാക്കുന്നു. കഹ്താ ഹെ കി പാക്കർ കാ പൈസ സിത്തെ ബാങ്ക് മേ ജാത്താ ഹെ സൈറ്റ് സെ കമായി ഹോത്തി ഹെ. ശമ്പളം ബാങ്കിലേക്കാണ് പോകുന്നത്, യഥാർത്ഥ വരുമാനം മറ്റു വഴികളിലൂടെയാണെന്ന് പ്രകാശ് പറയുന്നു. വഹ് നായക് സെ ഷെയർ കാ ഫോം ഭർവാത്തെ ഹെ. ഷെയർ വാങ്ങാനുള്ള ഫോമുകൾ നായകനോട് പൂരിപ്പിക്കുന്നു. സമझाता है कि ऐसे 3000 रुपया लगाकर ഷെയർ ഖരീദേങ്കി. 3000 രൂപ നിക്ഷേപിച്ച് ഏജൻസി ഷെയറുകൾ വാങ്ങുമെന്ന് അവൻ വിശദീകരിക്കുന്നു. നായക് को कुछ समझ नहीं आता पर दोस्ती के भरोसे साइने का कर देता है. ഒന്നും മനസ്സിലാകാതിരുന്നിട്ടും സുഹൃത്തിനോടുള്ള വിശ്വാസം കാരണം നായകൻ ഒപ്പിടുന്നു. പ്രകാശ് ഉസേ യാക്കിൻ ദിലാത്ത ഹെ കി നുക്സാൻ നഹീം ഹോഗ. നഷ്ടമൊന്നും ഉണ്ടാകില്ലെന്ന് പ്രകാശ് ഉറപ്പു നൽകുന്നു. പ്രകാശ് കാ അസലി ചെഹര. പ്രകാശ് ഷെയർ കെ അല്ലാവ് മ്യൂച്വൽ ഫണ്ട് കി ഏജന്റ് ഭി ഹെ. ഷെയറുകൾക്ക് പുറമെ പ്രകാശ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏജന്റ് ആണ്. ഉസ്കി പത്നി സാഡി കപ്പടാം കാ കാം കർത്തി ഹെ. അവൻ്റെ ഭാര്യ സാരിയുടെ വസ്ത്രങ്ങളുടെയും വ്യാപാരം ചെയ്യുന്നു. നായക് കി പത്നി സമജ് വാല സെ ഭി ടീക് സെ ബാത് നഹീം കർ പതി.
നായകൻ്റെ ഭാര്യയ്ക്ക് പച്ചക്കറി കച്ചവടക്കാരനോട് പോലും ആത്മവിശ്വാസത്തിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. ജബ് പ്രകാശ് കി പത്നി സമ്രാട്ട് ഹെ. അതേസമയം പ്രകാശിൻ്റെ ഭാര്യ വളരെ സ്മാർട്ടും കഴിവുള്ളവളുമാണ്. യഹ് തുലനെ നായക് കോ ഔർ കൂടിത് കർത്തി ഹെ. ഈ താരതമ്യം നായകനെ കൂടുതൽ നിരാശനാക്കുന്നു. പ്രകാശ് ഉസെ അപ്പനി ഗാഡി സെ ഘർ ലൗട്നെ കാ. പ്രകാശ് തൻ്റെ കാറിൽ നായകനെ വീട്ടിലെത്തിക്കുന്നു. ഏക് കമരെ കാ ദർ ദേഖ്കർ നായക് ശർമിത് ഹോ ജാത്ത ഹെ. സ്വന്തം ചെറിയ വീട് കണ്ട് നായകൻ ലജ്ജിക്കുന്നു. മെഹ്മാൻ കെ ജാത്തെ ഹി കുർസി ടെബിൾ മൗട്ട്കർ രഖ് ദോ. അതിഥി പോയ ഉടനെ കസേരയും മേശയും മടക്കി വെക്കേണ്ട അവസ്ഥയാണ്. പ്രകാശ് के कहने पर നായക് ഷെയർ ബസാർ സെ ഫാസ് ചാത്ത ഹെ. പതൻ കി ശുരുവാത്. പ്രകാശിൻ്റെ വാക്കുകൾ കേട്ട് നായകൻ ഷെയർ മാർക്കറ്റിൽ കുടുങ്ങുന്നു. പ്രകാശ് ഉസെ ധീരെ ധീരെ ദലാലി ഔർ കമ്മീഷൻ കെ ദാതെ മേം ഗാസിഡ് ലേത്താ ഹെ. പിന്നീട് പ്രകാശ് അവനെ കമ്മീഷൻ, ഇടനിലക്കാരൻ ജോലി തുടങ്ങിയവയിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. നായക് കോ ലഗ്താ ഹെ കി യഹ് ഗലത് ഹെ. ഇത് തെറ്റായ വഴിയാണെന്ന് നായകൻ മനസ്സിലാക്കുന്നു. पर गरीबी और लालच में फास्ते ചലാ ചാത്താ ഹെ. എന്നാൽ ദാരിദ്ര്യവും പണത്തോടുള്ള മോഹവും കാരണം അവൻ അതിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞില്ല. ഉസ്കി പത്നി കോ യഹ് സബ് പസന്ദ് നഹീം പർ വഹ് ചുപ് രഹത്തി ഹെ. ഭാര്യയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ലെങ്കിലും അവൾ മിണ്ടാതെ സഹിക്കുന്നു. അന്മേം നായക് കാ ഛോട്ടാ ബേട്ടെ മീൻ ചോരി കർനെ ലഗ്താ ഹെ. അവസാനം നായകൻ്റെ ചെറിയ മകന് മോഷണം തുടങ്ങുന്നു. പിതാ കോ ദേഖ്കർ. അച്ഛൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടാണ് അവനത് പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് എഴുതേണ്ട പ്രധാന ആശയങ്ങൾ. ഗരീബി കാ മനോവിജ്ഞാൻ. ദാരിദ്ര്യം ഒരു നല്ല മനുഷ്യനെയും തെറ്റായ വഴിയിലേക്ക് നയിക്കാം. മുംബൈ കി കിരായദാരി. വാടക വീടുകളുടെ പ്രശ്നങ്ങളും ഉയർന്ന ചെലവുകളും സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. ഗല്ലത് സംഗീത് കാ അസർ. തെറ്റായ സുഹൃത്തുക്കൾ ജീവിതം നശിപ്പിക്കാം. പരിവാരിക് വിഘടൻ. മാതാപിതാക്കളുടെ തെറ്റായ പ്രവൃത്തികൾ കുട്ടികളെയും ബാധിക്കുന്നു. വ്യാഖ്യ. റോസാപ്പൂവിനെ പോലെ നല്ല മനുഷ്യ സാഹചര്യങ്ങൾ കാരണം മുള്ളുകൾ ഉള്ളവനായി മാറുന്നു. गिरफ्तारी से पहले की कहानी नहीं, बालिग एक आम आदमी के गिरने की कहानी है. लेगल दिखाता है कि अपराधी पैदा नहीं होता, हालत उनसे बनाते हैं. परीक्षा के लिए 2 लाइन सर. प्रकाश से मिलकर गुस्सा हुआ नायक गरीबी और लालसा में शेयर बाजार की जाल में फंस जाता है. मुंबई की किराएदारी और पारिवारिक बोझ उसे अपराध की ओर धकेल देते हैं, जिसका असर उसके बेटा पर भी उड़ाते हैं. പ്രകാശിനെ കണ്ടതോടെ സന്തോഷം ലഭിച്ച നായകൻ പിന്നീട് ദാരിദ്ര്യവും പണത്തോടുള്ള മോഹവും കാരണം ഷെയർ മാർക്കറ്റിൻ്റെയും തെറ്റായ പ്രവൃത്തികളുടെയും വലയിൽ അകപ്പെടുന്നു. അവൻ്റെ തെറ്റായ തീരുമാനം കുടുംബത്തെയും മകനെയും ബാധിക്കുകയും ഒടുവിൽ അവൻ്റെ ജീവിതം തകർച്ചയിലേക്ക് നകരുകയും ചെയ്യുന്നു. അപ്പം അവൻ ലാസ്റ്റ് തകർച്ചയിലേക്ക് പോകുന്നു. ഇതാണ് ഇതിൻ്റെ കഥയുടെ ഒരു സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.